ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിനും ഉണ്ടായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അറിവിൽ അവർ സെക്സ് 100 ദറംസ് വെച്ച് വാങ്ങിച്ചിട്ട് അകത്ത് കയറി സെക്സ് അവർ ആവശ്യപ്പെടുന്നത്. അത് മലയാളികൾ ഏറ്റവും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് ഒരുപാട് സ്ത്രീകൾ ജോലി തേടി പോകാറുണ്ട് അല്ലേ, ഒത്തിരി പേര് പോകാറുണ്ട്. നേഴ്സ് അങ്ങനെയുള്ളതിലല്ല പറയുന്നത്, അല്ലാതെ വീട്ടു ജോലി അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. പിന്നെ സ്പായിലേക്ക് അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ മസാജിങ് സെൻറ്റർ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തേക്കൊക്കെ സ്ത്രീകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകാറുണ്ട്. നല്ല ശമ്പളമാണ്, അവരുടെ സേഫ് എന്നൊക്കെ പറഞ്ഞാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴല്ലോ ഇവർക്ക് ചിലപ്പോൾ വീട്ടു ജോലിയൊന്നും ആയിരിക്കില്ല കിട്ടുന്നത്. ഒന്നാമത് പോകുമ്പോൾ നല്ല ഏജൻസി വഴി നിങ്ങൾ പോവുക, നല്ല വിശ്വാസമുള്ള ഏജൻസി വഴി, അല്ലാതെ ആരെങ്കിലുമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമ്മൾ ആലപ്പുഴ സ്വദേശിയായ ഒരു സ്ത്രീയാണ്. അവരുടെ കാര്യങ്ങൾ അവരുടെ ഫേസ് കാണിച്ചതിനാണ് അവർ പറയുന്നത്. കാര്യം അവർ പറയുന്നത് ഇനി ഒരു പെൺകുട്ടി ഇതുപോലെ ചെന്ന് അവിടെ പെടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് തന്നെയാണ് അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കേട്ടോ. കാര്യം കൂട്ടുകാർ തന്നെയാണ് കൊണ്ടുപോയത്, പക്ഷെ ഇവർക്ക് അവരോട് പരാതിയോ യാതൊന്നുമില്ല. കാര്യം ഇവിടെ അവരൊരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൽ വലിയ ശമ്പളമൊന്നുമില്ല. അനീത്തയുടെ കല്യാണം, ഇവർക്കൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. അതുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. നമുക്കറിയാം, നാട്ടിലൊരു ജോലി ചെയ്താൽ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്ത് വളരെ തുച്ഛമായിട്ടുള്ള പൈസ എടുത്തുള്ളൂ. വെളിയിലൊക്കെ പോയി എന്നതിലൊക്കെ നമ്മൾ ജോലി ചെയ്താൽ ആ പൈസ നമുക്ക് മീതിയാണ്. നമുക്കവിടെ ചിലവും കാര്യങ്ങളൊന്നും അധികം വലുതായിട്ട് എടുക്കത്തില്ല. നമ്മൾ നാട്ടിൽ എന്നാ ജോലി ചെയ്താലും അത് കിട്ടുന്നത് അന്നേരം കടവും മേടിച്ച് അവിടുന്ന് ഇവിടുന്ന് മേടിച്ചൊക്കെ തീരാനേ കാണത്തുള്ളൂ ശമ്പളം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ വലിയ ശമ്പളമില്ലേ തന്നെ ഗൾഫിൽ തന്നെ ജോലി ചെയ്യുന്നത്. ഇവരെ ഇവിടുന്ന് ഇവരൊരു കൂട്ടുകാരി താരാന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയാണ് ഇവരെ ഇവിടുന്ന് കൊണ്ടുവന്നത്. ദുബായിക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫ്ലാറ്റ് പോലുള്ള ഫാമിലിയൊക്കെ താമസിക്കുന്നത് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു റൂം എടുത്ത് അവിടെ സെക്സ് റാക്കറ്റിലേക്കാണ് ഇവർ ചെന്ന് പെടുന്നത്. പിന്നെ ഇവർക്ക് അതിൽ പെട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ഇവർ ഒരുപാട് പേരുടെ കൈയും കാലും ഒക്കെ പിടിച്ചു. മലയാളികളവിടെ കൂടുതലും ചെല്ലുന്നത്, അതും അവരെ അറിയാവുന്ന അവരുടെ നാട്ടുകാർ ചെന്ന് അവരോട് പറഞ്ഞൊന്ന് രക്ഷിക്കാനായിട്ട് പല പകൽമാന്യന്മാരുടെ മുഖംമൂടി അവിടെ അഴിച്ചു കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സെക്സ് റാക്കറ്റ് എന്ന് പറയുന്നത്. ഈ മലയാളീസാണ് കൂടുതലും അവിടെ ചെല്ലുന്നത് ാണ് പറയുന്നത്. അപ്പം ഇവരതുപോലെ കിടന്ന് ഇവരൊത്തിരി അനുഭവിച്ചൊരു കാര്യങ്ങൾ ഇവരിത് പുറത്ത് കൊണ്ടുവരുന്ന ഈ ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ ഇപ്പോഴും ഒരുപാട് പെൺകുട്ടികളെ ജോലിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്നതാണെന്നുള്ളതും ഇതുപോലുള്ള മോശം ഒരുതിലേക്കാണ് പെൺകുട്ടികൾ ചെന്ന് പെടുന്നതെന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു കാര്യം തുറന്നു പറയുന്നത്. ഇത് മനസ്സിലാക്കി വെച്ച്, പക്ഷേ ഇവരുടെ കൂട്ടുകാരിക്ക് വേണേൽ പറയാമായിരുന്നു, ഞാൻ ഇന്ന പോലെ ഒരു വർക്കാണ് ചെയ്യുന്നത്, നീ ഇത് ആരോടും പറയരുത്. പക്ഷേ ഇവരെ വിശ്വസിക്കാൻ കൊള്ളുന്നൊരു സ്ത്രീയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ താരാന്ന് പറഞ്ഞ് അവരുടെ പേരിൽ ഇവരൊരു കേസ് കൊടുക്കാൻ ഒന്നിനും തയ്യാറാകുന്നില്ല. ഇവർ പറയുന്നത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരറിഞ്ഞുകൊണ്ട് തന്നെ പോയേക്കുന്നുണ്ട്. അവർക്ക് അവിടെ പോയി ആ ജോലി ചെയ്ത് അവർ ആ പൈസ കൊണ്ടാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്. അത് ഞാനൊരു കേസ് കൊടുത്ത് അവളെ തകർക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇവർക്ക് കിട്ടാനുള്ളത് അവിടെ കിടന്ന് ഇവർ അനുഭവിച്ച് മുഴുവനും തീർത്തു. ഇനി അവർ നാട്ടിൽ വന്നിച്ച് ഇനി ഇവരെ പറ്റി കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അവരതിൻ്റെ പുറകെ പോകുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ സെക്സ് റാക്കറ്റ് നടത്തുന്നത് മലയാളീസാണോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു, ഒരുപാട് പെൺകുട്ടികൾ അവിടെ ചെന്ന് പെടുന്നുണ്ട്. പെട്ട് കഴിഞ്ഞ് അവിടെ തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല. അവരുടെ അടുത്ത് വരുന്ന എല്ലാവരുടെ അടുത്തും അവർ പറയുന്നുണ്ടായിരുന്നു, ഒന്ന് രക്ഷിക്ക് എന്നെ, ഞാൻ ഇങ്ങനത്തെ ഒരു സ്ത്രീ അല്ല, എനിക്ക് ഇങ്ങനെ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതിൻ്റെ ഓണറെ ഒന്നും ഇവർ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അവർ ഇതിൻ്റെ പൈസ മേടിക്കാൻ വരും, പൈസ മേടിച്ചുകൊണ്ട് പോകും, അത്ര മാത്രമാണ് ചെയ്യുന്നത്. എത്ര മോശമായിട്ടൊരു അഴുക്കുചാലിലേക്കാണ് ചെന്ന് സ്ത്രീകൾ പെടുന്നതെന്നുള്ള ഇവരുടെ കാര്യം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം തോന്നും. പിന്നെ ഇവരോട് എനിക്കൊരു ബഹുമാനം തോന്നി എന്നാന്ന് വെച്ചാൽ അവരവരുടെ ഫേസ് തന്നെ കാണിച്ച് അവർ സത്യങ്ങൾ വിളിച്ച് പറയാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നാണക്കേട് വരും, അല്ലെങ്കിൽ അത് എന്നെ ഇനി മറ്റൊരാൾ എങ്ങനെ അത് വേറൊരാൾ അറിയണ്ട എന്നും പറഞ്ഞ് അവർ രഹസ്യമായിട്ട് ഉള്ളിൽ വെക്കാൻ ശ്രമിച്ചില്ല. അത് 10 പേര് അറിഞ്ഞ് അവർ ഇനി പോകുന്നവർ ഇങ്ങനെയുള്ള ചതിയിൽ ചെന്ന് പെടരുത് എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അവർ അത് തുറന്നു പറയാൻ വന്നത്. അവരുടെ മുഖം കാണിക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതുപോലൊക്കെ ചെന്ന് പെടുന്നവർ ഇങ്ങനെയൊക്കെ ജോലിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന്, അതും സാധാരണ പാവം പിടിച്ച കുടുംബത്തിലെ പെൺകുട്ടികളെയാണ് കൊണ്ടുവന്നത്. നമ്മൾ ഇതിനു മുമ്പും കണ്ടായിരുന്നു, ഷെബീന ബീവിയുടെ ചാനലിനകത്ത് കണ്ടായിരുന്നു, ഒരുപാട് ഈ സെക്സ് റാക്കറ്റിൽ ചെന്ന് പെൺപിള്ളേർ പെടുന്നതും അതുങ്ങളെ മയക്കുമരുന്ന് കൊടുക്കുന്നതും അതിലൂടെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തേച്ച് വീട്ടുകാരെ അറിയിക്കും, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇത് ആൾക്കാർ കാണും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ചെന്ന് പെട്ടു പോകുന്നതാണ്. ഇങ്ങനെ നാട്ടിൽ ചെറിയ ജോലിയാണെങ്കിലും കുറച്ച് ശമ്പളം ഉള്ളവരും നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ നിൽക്കാന്നുണ്ടല്ലോ, നമ്മളെപ്പോഴും സുരക്ഷിതരാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അന്യ നാട്ടിൽ ഭാഷ അറിയത്തില്ല, ആരെയും അറിയാൻ മേല, അവിടെ ചെന്നൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടത് തന്നെയാണ്. രക്ഷപ്പെട്ട് വന്നെങ്കിൽ രക്ഷപ്പെട്ടെന്ന് മാത്രം പറയും. ചിലരൊക്കെ ഇതിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞേച്ച് പിന്നെ തിരിച്ച് കയറാൻ പറ്റാതെ അതിലേക്ക് തന്നെ പിന്നെ അവരങ്ങ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നും അവരുടെ ഉള്ളിലൊരു തീരാവേദനയായിരിക്കും, ഇങ്ങനെയൊക്കെ വന്ന് പെട്ടല്ലോ, എൻ്റെ ജീവിതം നശിച്ചല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടുള്ളത്. എന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിനും ഉണ്ടായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർ കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം ഓരോ ദിവസം ഞാൻ അവിടെ കരയുമായിരുന്നു. അത് എന്ത് ചെയ്യണം? 10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ. അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ അവിടെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എടുത്തിട്ടുണ്ട്. 23 കസ്റ്റമർ വരെ വന്നിട്ടുണ്ട്. ഒരു ദാക്ഷിണ്യമില്ല. ഇതിപ്പോൾ ഞാൻ പുറത്ത് പറയും പല ആൾക്കാരും പല രീതി കമന്റ് ഇടും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമാണ്. സത്യം എന്താണ്, ഞാൻ എന്താണ് അനുഭവിച്ചത് എനിക്ക് ബോധമുള്ള കാര്യം. മറ്റുള്ളവർ പറയുന്ന ഒരു വാക്കുകളും എന്നെ എൻ്റെ കുടുംബത്തെ കേൾക്കത്തില്ല. ഇപ്പം ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. എനിക്ക് അതിന് ഒരുപാട് പങ്കുണ്ട്. ഈ പറഞ്ഞ ആരെന്ന് പറഞ്ഞാൽ ആ കുട്ടിയും ചേട്ടാ അവരൊന്നും മനഃപൂർവ്വം പെട്ടേയില്ല. കുടുംബത്തിന്റെ പശ്ചാത്തലം കൊണ്ട് മാത്രം ആ കുട്ടിയും പോകുന്നതാണ്. അവരുടെ കുടുംബ സാഹചര്യം, അവൾക്കൊരു കുട്ടിയുണ്ട്, അതൊക്കെ ആലോചിച്ചാണ് അവളും പോയേക്കുന്നത്. പക്ഷെ അത് അവൾക്ക് അവിടുന്ന് മാറണമെന്നുണ്ടാകും. ഞാൻ അവിടെ ചെന്ന് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അവളെ ഇത് പറഞ്ഞെല്ലാം പേടിച്ച് നിർത്തിയേക്കുന്നുണ്ട്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താഴ്ത്തി അതുപോലെ താഴെ പേര് കൊണ്ട് ഒരു കേസ് പോലും കൊടുക്കാൻ. കാര്യം അവൾ എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം. കുറച്ച് നാൾ അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം നാട്ടിൽ സമയത്താണെങ്കിലും അവളെ എനിക്ക് അറിയാം. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അവളുടെ എതിരെ പോയി യാതൊരു കേസ് കൊടുക്കാഞ്ഞത്. കേട്ടിട്ട് തന്നെ ഭയമാകുന്നല്ലേ. 23 കസ്റ്റമറൊക്കെ ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്ത് നോക്കി അവർ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത്, എത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കിയേക്ക്. 23 പേരൊക്കെ ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അത്രയും അതുപോലെ കിടന്നവർ അനുഭവിച്ചു എന്നുള്ളതാണ് നടക്കുന്നത്. അതാണ് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ അവർക്കൊക്കെ പൈസയാണ്. ഈ ചെല്ലുന്ന ആൾക്കാർ എന്താണെന്നോ അല്ലെങ്കിൽ അതിനകത്തുള്ള പെൺകുട്ടികളുടെ സിറ്റുവേഷൻ എന്നോ ഒന്നും അവർക്ക് അറിയണ്ട. ഈ ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, റൂമിലേക്ക് വിടുക, അത് തന്നെയാണ് എത്രമാത്രം കിടന്ന് അനുഭവിക്കുന്നത്. ഇതുപോലെ എത്രയോ പെൺകുട്ടികൾ എപ്പോഴും കിടന്ന് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പാണെന്നാണ് പറഞ്ഞത്. മല്ലു ഹീർന്ന് അങ്ങനെയാണ് തോന്നുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് പറയുന്നുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഈ പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികളുടെ ഫോട്ടോസ് ഇട്ട് കൊടുക്കും. ഫോട്ടോസ് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ആൾക്കാർ തേടി വരുന്നത്. അത് വലിയൊരു ഗ്രൂപ്പായിരിക്കാം. അത് പലരുടെയും കൈ കാണുമായിരിക്കാം. പക്ഷേ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ പെൺകുട്ടികളുടെ ഫോട്ടോ വരുമ്പോഴത്തേക്ക് അത് കണ്ടിട്ടായിരിക്കാം വരുന്നത്. വന്ന് ഇതിലേക്ക് കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നും കേട്ടോ. എത്രമാത്രം അത് അനുഭവിച്ച് കാണും. ഇല്ലേ, രക്ഷപ്പെടാൻ വേണ്ടി എന്തുമാത്രം അത് ശ്രമിച്ച് ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് അത് പലരോട് ചോദിച്ചു. എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ? വരുന്ന എല്ലാ കസ്റ്റമറോടും ചോദിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ കാര്യമല്ല, എന്നെക്കൊണ്ട് പറ്റില്ലത്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിക്കുമ്പോൾ ആരും അനങ്ങിട്ടില്ലെന്നാണ് പറയുന്നത്. കുറച്ച് ഒരു 7 പേരും കണ്ടുകൂടി. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോ എന്തോ ഇത് കൊണ്ട് കൊടുക്കുന്ന ആളാന്ന് തോന്നുന്നു. അതെനിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ എനിക്കത് മനസ്സിലായില്ലായിരുന്നു. നാട്ടിൽ വെച്ചുള്ള പരിചയമാണോ അതോ ഇനി അവിടെ ചെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവർ പറയുന്നുണ്ട് അദ്ദേഹം കൂടെ ചേർന്നാണ് മുൻകൈ എടുത്ത കാര്യം. അദ്ദേഹം മാസ്ക് ഒക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായില്ല. മാസ്ക് ഒക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അങ്ങനെ അവരെല്ലാവരും കൂടിയാണ്, അങ്ങനെ ഒരു 7 പേര് കൂടിയാണ് ഇവരുടെ അടുത്ത് ചെന്ന് കസ്റ്റമർ തന്നെയാണ്. അവരൊരു 7 പേര് കൂടിയാണ് ഇവരെ അവിടുന്ന് രക്ഷിച്ച് നാട്ടിലേക്ക് വിട്ടത്. ഇവരെ അവിടുന്ന് മാറ്റിയിട്ട് പോലും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്നൊക്കെ നമുക്കതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇരിക്കും പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. അത്രയ്ക്ക് അവർ അനുഭവിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന്. ഓരോ പെൺകുട്ടികളും ഇവിടുന്ന് എടുത്ത് ചാടി പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീട്ടുകാർ തള്ളി വിടുമ്പോഴത്തേക്ക് നീ പൊക്കോ, ഗൾഫിന് പൊക്കോ, അവിടെ പോയി പൈസ ഉണ്ടാക്കുക, എന്നാലേ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് തള്ളി വിടുന്ന കുടുംബക്കാരുണ്ടെങ്കിലും പോകാൻ തയ്യാറായിട്ട് മുമ്പിൽ ചാടി ഇറങ്ങുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ചോളുക. നിങ്ങൾ പോകുന്ന സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്കാണോ ഇല്ലയോ നിങ്ങൾ ആലോചിച്ചതിന് ശേഷം പോവുക. ഇതറിയുന്ന വെച്ചാൽ അമൃത ആയുർവേദ കോളേജ് അതൊക്കെയാണ്. എൻ്റെ അമ്മയമ്മ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള അറിവ് എനിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മറവിൽ അവർ 100 ദറംസ് വെച്ച് വാങ്ങിച്ചിട്ട് അകത്ത് കയറി സെക്സ് ആവശ്യപ്പെടുന്നത്. അത് മലയാളികൾ ഏറ്റവും കൂടുതൽ മലയാളികളാണ്. അതും എനിക്കറിയാത്തതും എൻ്റെ പരിചയം ഒരുപാട് ആൾക്കാരും അത് വീണ്ടെടുത്തോളം പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ കരുതി എന്നെ രക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തും. പക്ഷേ ശരിക്കും പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ രക്ഷപ്പെടണം, ഫോണൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അണ്ടറിലായിരുന്നതല്ല. എങ്ങനെ രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് പെൺകുട്ടിയല്ല, ഞാൻ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? എന്നിട്ട് മനസ്സാക്ഷിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. എന്നെ അവിടുന്ന് മാറ്റി ഒരു നല്ല സേഫായ സ്ഥലത്ത് നിർത്തുകയും എന്നിട്ട് അവിടുന്ന് എന്നെ വന്ന് ഓരോ ആൾക്കാരും പിന്തുടർന്ന് പുറകിൽ വന്ന് പിന്തുടർന്ന് അവർക്കും പേടിയായി പോയി. കാര്യം ഇത് നടത്തുന്ന ആൾക്കാർക്കും പേടിയായി പോയി. ഞാൻ ദുബായ് ദൈറയിലാണ് ഏറ്റവും കൂടുതലും. പക്ഷേ ദൈറ മാത്രമല്ല, അവിടെ അജ്മാൻ, ഷാർജയിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല. അജ്മാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ സ്പായുടെ മറവിലും അതുപോലെ ഫ്ലാറ്റുകളിലും ഒക്കെയാണ്. ഫ്ലാറ്റുകൾ ഇങ്ങനെ ഫാമിലി താമസിക്കുന്ന രീതി താമസിച്ചിട്ട് ഫ്ലാറ്റുകളിൽ ഇങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ആണുങ്ങളെ വിളിച്ചു വരുത്തി. അത് കൂടുതൽ വരുന്ന മലയാളികളാണ് വരുന്നത്. അതാണ് ഇതിന്റെ വൈചിത്രം അല്ലേ? അപ്പൊ ഈ മലയാളീസ് ശരിക്കും സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നത്. അപ്പൊ എന്നിട്ട് വേറെ എന്താ അർത്ഥമല്ലേ? അപ്പൊ അവർ വരുമ്പോഴത്തേക്ക് അവസ്ഥ പറയുമ്പോഴത്തേക്ക് അന്നത്തെ എനിക്ക് ഒരു 7 പേരുണ്ടായിരുന്നു. ആ ആൾക്കാരാണ് എന്നെ രക്ഷിച്ചത്. എന്നെ എന്റേതായ രീതിയിൽ അവരോട് പറയും. ഞാൻ ഓൾറെഡി അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരും പൈസ വാങ്ങിച്ച് നമ്മൾ റൂമിനകത്തോട് കേട്ട് കയറുമ്പോഴത്തേക്ക് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് ആവശ്യപ്പെട്ട ഡ്രസ്സ് ഊരാനൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിന് താല്പര്യമില്ല. പക്ഷേ ഞാൻ ആദ്യം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് 7 മനുഷ്യർ മാത്രമേ ഉള്ളായിരുന്നു. അത് കേട്ടിരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നെ മാറ്റിയത്. ബാക്കി വന്നവരെല്ലാവരും എന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കാരണമില്ല. കാര്യം ആ സമയത്ത് എനിക്ക് എനിക്ക് എന്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതല്ലാതെ അതിന് തയ്യാറായി കൊടുക്കാൻ വരാതെ വേറെ ഒരു ഓപ്ഷൻ എന്റെ മുന്നിൽ ഇല്ലായിരുന്നു.
ശരിയാണ്. ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും, അത് തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു റാക്കറ്റ് പോലെ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു കൊള്ളസങ്കേതമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഒരുപാട് പേര്, ഒത്തിരി പേര് ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഓരോ ആൾക്കാരായിട്ട് നമ്മുടെ നാട്ടിലുമുണ്ട്, വിദേശത്തുമുണ്ട്. അവിടെ ഇവിടെ നിന്ന് ഒരു ചങ്ങല പോലെ കിടക്കുവാണിത്. അതിനുള്ളിലേക്ക് പെട്ടുപോകുന്നവർ, ആ ഒരു ബെൽറ്റിനുള്ളിൽ പെട്ടുപോകുന്നവർ പിന്നെ പുറത്തിറങ്ങാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. അതിനകത്ത് എല്ലാം പെടും, പെൺവാണിപ്പവും പെടും, അല്ലാതെയുള്ള ഈ സ്മഗ്ലിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതിനകത്ത്. എല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പാണിത്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒരുതിലേക്ക് ചെന്ന് പെടുന്നത് ഈ നാട്ടിൻപുറത്തെ പെൺകുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെന്ന് കൂടുതലും പെടുന്നത്. അല്ലാതെ ഈ ഒരുവിധം ഇച്ചിരി ഇതായിട്ടുള്ളവരൊന്നും അതിൽ ചെന്ന് പെടത്തില്ല. ഈ നാട്ടിൻപുറത്തുള്ള ജീവിക്കാൻ ഇച്ചിരി ചുറ്റുപാട് കുറവുള്ളവർ പൈസ ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കും. ഈ എങ്ങനെയും പൈസ ഉണ്ടാക്കി ഇപ്പോൾ ഇവർ തന്നെയാണ് ഇവർ അനിയത്തിയുടെ കല്യാണം, മക്കളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ ഓർത്തപ്പോഴായിരിക്കും ഇവർ വെളിയിൽ പോയി ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ ഹൗസ് മെയ്ഡായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പോകുന്നത് നല്ല ഇതായിരിക്കണം കൊണ്ടുപോകുന്നത്, ആ ജോലിക്ക് തന്നെ ആയിരിക്കും നമ്മളെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് വേണം. പിന്നെ ചിലരൊക്കെ ഉണ്ട് അവിടെ പോയി കിടന്ന് ഹൗസ് മെയ്ഡാന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഗദാമ എന്ന് പറഞ്ഞ സിനിമ കാവ്യമാധവൻ്റെ കണ്ടാണ്. അതുപോലെ അനുഭവിച്ച ഒരു വ്യക്തി എനിക്ക് നല്ലപോലെ അറിയാം, അവിടെ കിടന്ന് ശരിക്കും അനുഭവിച്ചത്. അവർ ലാസ്റ്റ് അവിടെ നിന്ന് ഒരു തരത്തിലാണ് രക്ഷപ്പെട്ട് നാട്ടിൽ വന്നത്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേര് എനിക്ക് അറിയാവുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുള്ളതൊക്കെ. പക്ഷേ ഇങ്ങനെ ഈ സെക്സ് റാക്കറ്റിലൊക്കെ ചെന്ന് പെടുക എന്ന് പറയുന്നത് അതൊക്കെ ഇതുപോലുള്ള സാധാരണ കുടുംബത്തിൽ നിന്നുള്ളത്. അവിടെ ചെന്ന് ഇവരുടെ കയ്യിലേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ച് ശരിക്കും മുതലാക്കുക എന്നുള്ളതാണ് ആ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഉദ്ദേശം. ഇതിൽ ഈ താരാന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് അറിയായിരുന്നു അത് ഏത് സ്ഥലമാണെന്നും എങ്ങനെയുള്ളതെന്നും ഈ പെൺകുട്ടിയെ പറ്റി ഇവരെ പറ്റി അറിയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടുകാരി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ കാണിച്ചത്. അവർക്കല്ലേ ഇവരോട് പറയാം, നീ ഇത് പുറത്ത് ആരോടും പറയരുത്, ഞാൻ ഇന്ന പോലെ ഇതിലേക്കാണ് പോകുന്നത്, അവിടെ പോയി ഇതാണ് എൻ്റെ പണി, നിനക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നീ വന്നാൽ മതി, ഇല്ലെങ്കിൽ നീ നാട്ടിൽ എന്നേലും പണിയെടുത്ത് നീ ജീവിക്കുക എന്ന് അവർക്ക് തുറന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറയാതെ ഇവരെ ഇവിടുന്ന് കൊണ്ടുപോയി ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുത്തു. അവർ കാണിച്ചത് ഒരിക്കലും നല്ല കാര്യമല്ല. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവരൊരു ഇതുപോലെ പഞ്ചപാപമായതുകൊണ്ടായിരിക്കും അവർക്കെതിരെ കേസ് കൊടുക്കാത്തതും ഒന്നിനും പോകാത്തത്. ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് തള്ളിവിടുക, അവൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞ് ചെയ്തത് നല്ല കാര്യമൊന്നുമല്ല, ഒട്ടും നല്ല കാര്യമല്ല. അവർ ചെയ്തത് ഏറ്റവും മോശപ്പെട്ട കാര്യം തന്നെയാണ്. ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പൈസ തരുമോ? അവിടെ ആദ്യമായിട്ട് ചെയ്യാൻ ചെല്ലുന്നവർക്ക് ഇവർ പോസ്റ്റ് ഒക്കെ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നമ്പർ വാങ്ങിച്ച് ഇവർ സേവ് ചെയ്ത് തരും. എന്നിട്ട് പോസ്റ്റ് ഒക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മല്ലു കമ്മിങ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് പുതിയ ആളുകൾ പെണ്ണുങ്ങൾ വന്നു പറഞ്ഞ് കുറെ ആൺപിള്ളേർ ഇങ്ങനെ വരും. ടിപ്പൊന്നും അല്ല, ടിപ്പായിട്ടും തരത്തൊന്നുമില്ല. ഇവർ അതിന്റെ അവിടെ നിർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഗേറ്റ്മാൻമാരൊക്കെ. പക്ഷെ അവരും ഇതിനകത്ത് നിരപരാധികളാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല അകത്ത് എന്താ നടക്കുന്നതെന്ന്. അവരും ഇപ്പം നമ്മളെ പോലെ ഓരോരോ വീടിന്റെ കഷ്ടപ്പാടുകൊണ്ട് വരുന്നതാണ്. അവർ ആ നിൽക്കുന്ന ഗേറ്റ്മാൻമാരാണെങ്കിൽ പറയുന്നില്ല നിങ്ങൾ അകത്ത് ഇന്നത് ചെയ്യുമെന്ന് പറയുന്നില്ല. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നിൽക്കുന്നവരാണ്. പക്ഷേ ഇതിന്റെ മെയിൻ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് എടുത്തിടുക, അതിനകത്ത് രണ്ട് ജോലിക്കാരെ നിർത്തുക, അതിനകത്ത് ഇങ്ങനെ സെക്സ് വർക്ക് എടുക്കാൻ വേണ്ടി പെമ്പിളരെ കൊണ്ടുവരിക, എന്നിട്ട് അതിന്റെ ഓണറുകൾ പ്രത്യേകം മാറി താമസിക്കുക. അതാണ് അവർ ചെയ്യുന്നത്. വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഓണർമാർ വരുന്നത്. അതിനകത്ത് ആ നിൽക്കുന്ന അത്രയും ആൾക്കാർ നിരപരാധികളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നാളെ അവർ ചിന്തിക്കുമ്പോഴും നാളെ ഇതിനകത്ത് ഞങ്ങളും കുടുങ്ങി പോകുന്ന ഒരു പേടി കൊണ്ടാണ് അവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. എത്ര സ്ത്രീകൾ പെട്ടു കിടക്കുന്നുണ്ട്? ന്യൂ മല്ലു കമ്മിങ് എന്നാണ് അതിൻ്റെ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്. അങ്ങനെയുള്ള ഇതിലേക്കാണ് ചെന്നത്. ഇഷ്ടംപോലെ മലയാളികളാണെങ്കിൽ കാണും അതിനകത്ത്. നമ്മുടെ ഇവിടെ നിന്നൊക്കെ പോകുന്നവരൊക്കെ ഇഷ്ടംപോലെ. അവിടെ ചെന്ന് എന്നാ വേണമെങ്കിലും കാണിക്കാമല്ലോ, ആരും അറിയുന്നില്ലല്ലോ. അവിടെ ചെന്ന് ചിലപ്പോൾ തുച്ഛമായ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ആ ഉണ്ടാക്കുന്ന പൈസയും കൊണ്ട് നാട്ടിലോട്ട് അയക്കാതെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോയിക്കൊണ്ട് കളയുന്നത്. കുറേ പകൽമാന്യന്മാർ കാണുമല്ലോ, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഇതിൽ പോയി പെടുന്നത്. അതിലേക്ക് പറഞ്ഞു കേട്ടോ, ഫോണോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അതിലൊരു വലിയൊരു ഇതിൽ അതിലേക്കൊക്കെ ചെന്ന് എതിർക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ രുദ്രാക്ഷം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി ചെന്ന് പെടും. നമ്മൾ അന്നേരം ആ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു പെൺകുട്ടിയൊക്കെ ആയിനി ഇതിനകത്ത് ചെന്ന് പെടുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ബോംബെ അല്ല, ബോംബെ എന്തെന്നാണോ, അങ്ങനെ കേരളത്തിന് വെളിയിൽ എവിടെയോ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. മാധു പഠിക്കാൻ പോയിച്ച് അവിടെ ചെന്ന് ആ ആനിയെ രക്ഷിക്കാൻ വേണ്ടി കിടന്നപ്പെടുന്ന പെടാപ്പാട്. ഇവരുടെ ഒരു ടീമെന്ന് പറഞ്ഞ കുറേ ഗുണ്ടകളും കാര്യങ്ങളും ഒക്കെ കാണും. അതിനകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞ് ഒന്ന് രക്ഷപ്പെടാനായിട്ട് പെടുന്ന പാട്. ചിലരതിനകത്ത് അവരുടെ ജീവിതം അവിടെ നിന്ന് തീരും, അത്രയേ ഉള്ളൂ. ഒരുപാട് ഉപദ്രവിക്കുകയും ഇവരിട്ടങ്ങ് ഇവരെ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇവർ ശരിക്കും വിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്യുകയും ഇതെല്ലാം അനുഭവിക്കുകയും ചെയ്ത് ലാസ്റ്റ് ചിലതിനൊക്കെ അസുഖം വന്ന് അവിടെ തന്നെ കിടന്നങ്ങ് തീർന്നു പോകും, ആരും അറിയില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിലോട്ട് എന്തെങ്കിലുമൊക്കെ പറയും, അവിടെ വെച്ച് എന്തെങ്കിലും ഇത് വന്നു, അല്ലെങ്കിൽ പനി അസുഖം വന്നു, മരണപ്പെട്ടു പോയി. അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ അവിടെ കിടന്ന് അനുഭവിച്ചത്. ഒന്നും പുറംലോകം അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് പോകുന്നവർ ഒന്നും കൂടെ ആലോചിക്കുക, പോകുന്ന നല്ല സ്ഥലമാണോ. അല്ലെങ്കിൽ ചിലരോർക്കും എന്നാ പണിയെങ്കിലും ആട്ടെ, അവിടെ പോയി ഇഷ്ടംപോലെ പൈസ കിട്ടും, ചെന്ന് പെട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്കൊക്കെ അറിയത്തുള്ളൂ അവിടെ ചെന്ന് നിങ്ങൾ എന്തുമാത്രം അനുഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവുള്ളൂ.
ആണുങ്ങളായിട്ട് ഏറ്റവും കൂടുതലും പെണ്ണുങ്ങളാണ് ഇതിനകത്ത് അതിന്റെ മെയിൻ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ആലപ്പുഴയും എല്ലാ ജില്ലകളിൽ നിന്ന് ഓരോരോ ആൾക്കാരുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോഴും അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം മുഖം പോലും മറക്കണ്ട എന്ന് പറഞ്ഞു വന്നേ അല്ലേ? മുഖം മറക്കണോ? വേണ്ട എനിക്ക് മുഖം മറക്കണ്ട, ഒരാവശ്യമില്ല. എന്തിന് ഇല്ല, ഞാനിപ്പോ ഒരുപാട് ആൾക്കാർ വിളിച്ചാൽ ഞാൻ കൊടുക്കുന്ന മറുപടി കൊടുക്കും. കാര്യം പുറലോകം അറിയണമെന്നുള്ളത് എന്റെ കൂടെ ആവശ്യമാണ്. എന്റെ എനിക്ക് മോളൊരു മോളുണ്ട്, ഒരു നാളെ വളർന്നു വരുവാണ്. നാളെ അവർക്ക് ഒരു അവസ്ഥ കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. ഞാൻ അന്ന് അത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മക്കൾക്ക് ഒരു അവസ്ഥ വരത്തില്ലല്ലോ. അപ്പം എന്നെ പോലെ ഞാൻ വളർത്തുന്ന പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഒരു നിസ്സാര സമയം കൊണ്ട് അവരെല്ലാം അടിച്ചാൽ ഞാനിപ്പോ ഇവിടെ കല്യാൺ സിൽക്സിൽ ജോലിക്ക് കയറിയാണ്. പക്ഷേ ഇപ്പം കുറച്ച് നാളുകൊണ്ട് അറിയട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പോ എവിടെ ജോലി ചെന്നാലും ഞാൻ എന്റെ പാസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ ജില്ലകളിലുണ്ട്. അത് സ്ത്രീകൾ തന്നെയാണ്. കാര്യം അവർക്കാണെങ്കിലും ഒരു പെണ്ണിനെ പെട്ടെന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഒരു പുരുഷൻ ചെന്ന് പറഞ്ഞ പെട്ടെന്ന് ഒരു പെണ്ണ് അതിലേക്ക് വീഴുകയല്ലോ. ഒരു സ്ത്രീ ചെന്ന് അവരോട് പറയുക, നിങ്ങൾക്ക് നല്ല സൗകര്യങ്ങളാണ് അവിടെ ജീവിക്കാനായിട്ട്, മറ്റതാണ് മറിച്ചാണ്, നല്ല ജോലിയാണ്, നല്ല ശമ്പളമാണ്, നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്നെ കൊണ്ട് തന്നെ നിന്റെ കുടുംബക്കാർക്ക് മൊത്തം രക്ഷപ്പെടാം, നിനക്ക് അങ്ങനെ ആകാം ഇങ്ങനെ ആകാം, മറ്റത് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ശരിക്കും ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യും. അത് പറഞ്ഞു കൊടുക്കാൻ നല്ലപോലെ കഴിവും കാണും അവർക്ക്. കുറേ നേരം കേട്ട് കഴിയുമ്പോൾ ഒരു കുടുംബത്തിന് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാകുമ്പോഴത്തേക്ക് ചിന്തിക്കും, ഇവിടെ കിടന്ന് എന്നത്തിനാണ് ഇങ്ങനെ അറിയിക്കുന്നത്, അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കാം, നല്ലൊരു ജോലിയാണല്ലോ ഇവർ ഓഫർ ചെയ്യുന്നത് എന്ന് ഓർത്തുകൊണ്ട് ഇവിടുന്ന് കെട്ടും കിടക്കയായിട്ടെല്ലാം അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ചെന്ന് പെടുന്നത് ഏത് ഗ്രൂപ്പിലാണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ അത് വീട്ടിലേക്കൊന്ന് അറിയിക്കാനോ വീട്ടുകാരോടൊന്ന് പറയാനോ ഒന്നും പറ്റാതെ കിടന്ന് പിന്നെ കൈയും കാലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ അതിലേക്ക് അങ്ങ് വീണ് പോകും. പിന്നെ അങ്ങനെ അങ്ങ് തീരട്ടെ ജീവിതമെന്ന് അങ്ങ് ചിന്തിക്കും. അങ്ങനെയൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കാണ് ഇവർക്ക് രോഗവും പിടിച്ച് ഇവർ അവശതയായി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ ആരും ഇല്ലാതേക്കാകും. അന്നേരമായിരിക്കും ഇവർ ചിന്തിക്കുന്നത്, അന്നേ ഇതൊക്കെ ഒന്ന് എതിർത്തിരുന്നെങ്കിലും ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരു പെൺകുട്ടി കാണിക്കുന്ന ധൈര്യം ഇവരെ സമ്മതിച്ചേ പറ്റുള്ളൂ. അവർ പറയുന്ന കേട്ടോ, അവരുടെ ഫേസ് കാണിച്ചു. ഇനി ഒരു പെൺകുട്ടി ഇതിൽ പോയി പെടാൻ പാടില്ല. അവർക്കൊരു മകൾ വളർന്നു വരുന്നുണ്ട്. ഇന്ന് ഇവരിത് തുറന്ന് പറയാതെ ഇവരിത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് സമൂഹത്തെ അറിയിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം ഈ ഇവരുടെ മകൾക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു കേട്ടോ, ഓരോ കുടുംബത്തിലും ഓരോ അപ്പനും അമ്മയൊക്കെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നിച്ച് ഇങ്ങനെയൊക്കെ ചെന്ന് പെടുക എന്ന് പറഞ്ഞാൽ ഇവരവിടെ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടും ഇവർക്ക് അനുഭവം അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് ഓർത്ത് 23 പേരൊക്കെ എങ്ങനെ സഹിക്കും അതൊക്കെ. അതുപോലൊക്കെ ഓരോ മനുഷ്യരും അനുഭവിക്കുന്നുണ്ട്. എതിർത്ത് കഴിഞ്ഞ് ഇവർ ശരിക്കും അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എതിർത്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് വന്ന് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാരോ യാതൊരു ഇതിനുള്ളൊരു നടപടി എടുക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വിടുന്ന പെൺകുട്ടികളെ കയറ്റി വിടുന്നുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നാണ്, ഇതൊന്നും ആരും അന്വേഷിക്കുക. ഒരു സർക്കാരും, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സർക്കാർ ഇപ്പോഴത്തെ സർക്കാരും ആരും ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല. അതൊന്നും ഇവർക്കൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിക്കാണ് പോകുന്നത്. അങ്ങനെയുള്ളപ്പം നമ്മൾ സ്വയം നമ്മളെ രക്ഷിക്കാൻ നോക്കുക. അതേ ഉള്ളൂ നമുക്ക് പറ്റുന്നൊരു കാര്യം. നമ്മൾ പറയും വെളി രാജ്യങ്ങളിലൊക്കെ നിയമങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെന്ന് പെട്ട് എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. അവിടെയുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അവിടെ നിന്നൊന്നും ഇറങ്ങി ഓടി അങ്ങനെ അവിടെ ഇവിടെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവർ കൈ വെച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. പാസ്പോർട്ടും ഒക്കെ ഇല്ലാതെ നടക്കുന്നവരെ പിടിച്ച് അവരുടെ അകത്തിടത്തേ ഉള്ളൂ. അങ്ങനെ ഒരു തരത്തിലും നമ്മളെ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് ചെന്ന് പെട്ട് അതിലേക്ക് അറിയാതെ ചെന്ന് പെടുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്നായിരിക്കും അറിയാവോ? നമ്മളെ ഈ വെള്ളത്തിലൊക്കെ നമ്മളെ ഒരാൾ മുക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാതെ കിടന്ന് നമ്മൾ വെപ്രാളപ്പെടുത്തില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നത്. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരോട് പറയാനില്ല, ആരും രക്ഷിക്കാനില്ല, നമുക്കൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നും നമുക്ക് ഓടി ചെന്ന് പോലീസ് സ്റ്റേഷനിലൊന്നും പറഞ്ഞൊന്നും കയറാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ നമ്മുടെ പാസ്പോർട്ടോ കാര്യങ്ങൾ നമുക്കത് പറഞ്ഞവരെ മനസ്സിലാക്കാനും ഒക്കെ തന്നെയല്ല. ഇവരൊക്കെ വലിയൊരു ഗ്യാങ് ആയിരിക്കും. അതിലൊന്നും നമുക്ക് രക്ഷപ്പെട്ട് വരാം. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇവരൊക്കെ രക്ഷപ്പെട്ട് വന്നതെന്ന് വേണേൽ പറയാം. ഭാഗ്യം കൊണ്ട്. ഇതിൽ പ്രധാന കുറ്റവാളി ഞാൻ പറയുന്നത് ആ താര എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ്. അവർ തന്നെയാണ് പ്രധാന കുറ്റവാളി. കാര്യം അവർക്ക് ഇവരോട് പറയാമായിരുന്നു തുറന്ന്. എന്നാലും ഇവർ കൂട്ടുകാരായിരിക്കുമ്പോൾ ഇവർക്ക് അറിയാമല്ലോ, ഇവരുടെ സ്വഭാവം ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ, എങ്ങനെയുള്ള ക്യാരക്ടറാണെന്നും എങ്ങനെയുള്ള രീതിയാണെന്നും. ഇവൾ അവിടെ ചെന്നാൽ ഇങ്ങനെയുള്ള ഇതിലേക്ക് ഇവൾ സമ്മതിക്കുമോ, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടോ ഒന്ന് സൂചിപ്പിക്കായിരുന്നു. എടി അവിടെ വന്നാൽ, അല്ലെങ്കിൽ ഇനി പിണങ്ങിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല. ആത്മാർത്ഥ കൂട്ടുകാരി ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവരെ കൊണ്ടുപോകത്തില്ലായിരുന്നു. പിണങ്ങിയാലും വേണ്ടിയില്ല. അവിടെ വന്നാൽ നിങ്ങൾക്കിനി നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ഇവരോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് പറയേണ്ട. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ ഒഴിവാക്കാമായിരുന്നു. ചിലപ്പോൾ അവർ ചിന്തിക്കുമായിരിക്കും നിങ്ങൾക്ക് കുശുമ്പ് കൊണ്ടാണെന്നോ, അല്ലെങ്കിൽ ഇവർ ഇവിടെ നിന്ന് പോയി രക്ഷപ്പെടുമെന്ന് ഓർത്തിട്ടാണ്. എങ്ങനെ ചിന്തിച്ചാലും വേണ്ടിയില്ലായിരുന്നു. നിങ്ങൾക്കത് ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾക്ക് പറയാമായിരുന്നു എങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ പോയി നോക്കട്ടെ, ഇനി വരുമ്പോഴാകട്ടെ, ഓരോ പ്രാവശ്യം നീട്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാമായിരുന്നു. നീ നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്ക്, ഞാൻ എവിടുന്നേലും എങ്ങനെയും എല്ലാം നിർത്തി പോരാനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷനൊക്കെ മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയാം അവിടെ ചെന്ന് പെടുന്നവർക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതുകൊണ്ട് നിർത്തിച്ച് പോന്നാലോ എന്നിങ്ങനെ ആലോചിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗം നിങ്ങൾക്കൊന്ന് ന്യായീകരിച്ചെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. അതിന് പകരം അവരെ ഇവിടുന്ന് നേരെ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഈ ഒരു സെക്സ് റാക്കറ്റിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. അതാണ് നിങ്ങൾ ചെയ്തത്.
ദുബായിൽ നിന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ചിന്തിക്കും, ഓ വെളിരാജ്യമല്ലേ, പോകാം, ജോലി, ശമ്പളം, ഇതൊക്കെ ചിന്തിച്ചാണ് പോകുന്നത്. നല്ല ജോലിക്ക് പോകുന്നുണ്ട്, നല്ല വീട്ടു ജോലിക്ക് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല ശമ്പളവും നല്ല മനുഷ്യരും ഒക്കെ ആയിരിക്കും അത്. പക്ഷെ ചിലതൊക്കെ വെട്ടുപിടച്ച് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവരുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും അവർ അനുഭവിക്കുന്നത്. എന്നാലും ഇവർ പറയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അതിന് ഇവർ സമ്മതിച്ചേ പറ്റുള്ളൂ. അവരുടെ പൈസയും കാണിച്ച് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും അവർ സത്യസന്ധതയാണ്. അതുകൊണ്ടാണ് അവർ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തും അവരവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവരുടെ തുറന്നു പറഞ്ഞു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഫാസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മറച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ആരെങ്കിലും ഒരാൾ അറിയാമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഭീഷണിയായിരിക്കും അത്. അവരത് പറയുമല്ലോ എന്ന് പേടിച്ച് വേണം ഇവരോട് ജോലി ചെയ്യാനായിട്ട്. ഇവരുള്ള കാര്യം ഇവിടെ തുറന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നാളെ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് അവർക്ക് പറയാം, ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ജോലിക്ക് കയറിയത് എന്ന് പറയാം. അതുപോലെ തന്നെ എൻ്റെ മുഖം കാണിച്ച് തന്നെ വീഡിയോ ചെയ്തോ എന്നും കൂടെ അവർ പറയുന്നത് അവരുടെ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇല്ലേ, അവരുടെ നാട്ടുകാർ മൊത്തമാണ് അവിടെ ചെന്നേന്ന് അവർ പറയുന്നു. ഈ പോയിട്ട് വന്നവന്മാർ ഇവിടെ ആരോടും പറയാതിരിക്കുവാണോ? ഇവന്മാരൊക്കെ പറയും, കൂട്ടുകാർ തമ്മിൽ പറയും, ഇന്നവൾ ഇന്നടത്ത് വെച്ച് ഞാൻ കണ്ടു, അല്ലെങ്കിൽ അവൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ അവളുമായിട്ട് ഇത് എന്ന് പറയും. ഏതും പോരാത്ത മലയാളികളാണ്. ഇല്ലേ തന്നെ ഉണ്ടെന്ന് പറയുന്ന സാധനങ്ങളാണ്. ഒരു മനുഷ്യൻ മോശമായിട്ട് പോയില്ലേ പോലും മോശമായിട്ട് പോയെന്ന് പറയുന്ന ആൾക്കാരാണ് ഈ മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നാട്ടിൽ വന്ന് എല്ലാവരോടും പറയും. പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും. അതിന് മുമ്പേ അവർ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ആർക്കും ഇവരെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇവർ ഒരു ചാനലിനകത്ത് വന്നാണ് അവർ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞത്. അതിനകത്ത് വന്ന് ചാനൽ, യൂട്യൂബ് ചാനലിനകത്താണ്, അതിനകത്ത് വന്ന ഒരു കാര്യങ്ങൾ മൊത്തം പറഞ്ഞ് അവർ എല്ലാവരെയും അറിയിക്കേണ്ടവരെ മുഴുവനും അറിയിക്കേണ്ട രീതിക്ക് തന്നെ അവർ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് പറഞ്ഞത്. അവർ ജോലി എന്ന സ്ഥാപനത്തിൽ അറിയിച്ചു. അതുകൊണ്ട് അവർക്ക് ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പേരും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്താനായിട്ടില്ല. എന്നാലും പോകുന്ന പെൺകുട്ടികൾ ഒന്നും കൂടെ ആലോചിക്കുക, മാതാപിതാക്കളും കൂടെ ചിന്തിക്കുക, തങ്ങളുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, അവർ എന്ന ജോലിക്കാണ് പോകുന്നത്. പണം മാത്രം പ്രതീക്ഷിച്ച് ഒരു മക്കളെ ഒരിടത്തോട്ടും വിടാതിരിക്കുക. അത് മാത്രം പ്രതീക്ഷിച്ച് വിടുമ്പം നിങ്ങളുടെ മക്കളുടെ ഭാവിയും കൂടിയാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പണം നാട്ടിലുള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ നോക്കിയാൽ നമുക്ക് എവിടെ ആണെങ്കിലും ജീവിച്ചു പോകാം. നമ്മൾ ഒരുപാട് ആർഭാടത്തിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് പറ്റാതെ പോകുന്നത്. അങ്ങനെ തേടി പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടത്തിനും ചെന്നപ്പെടുന്നത്. അങ്ങനെയൊക്കെ പോകുന്നെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇവർ അനിയത്തിയുടെ കല്യാണക്കാര്യം പറയുന്നു, ഇന്ന് സ്ത്രീധനം മേടിക്കാതെ ആരെങ്കിലും കല്യാണം, സ്ത്രീധനം മേടിക്കുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹം എന്നൊക്കെ പറയും. പക്ഷേ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചെന്ന് വിടണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നത് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്വർണ്ണമൊക്കെ മേടിക്കണമെങ്കിൽ കുറച്ച് തുകയൊന്നും അല്ല വേണ്ടത്. അതുപോലൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഏതൊരു മനുഷ്യനും കയറി പോകുന്നത്. അല്ലാതെ നമ്മൾ പറയും ആർഭാട ജീവിതത്തിനൊന്നും അല്ല ഇവർ പോകുന്നത്. ഇവരുടെ കുടുംബം ഒന്ന് കരകയറ്റാൻ വേണ്ടി ഇവർ പോകുന്നതാണ്. പക്ഷേ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് നഷ്ടമാകുന്നത് ഇവരുടെ ജീവിതം തന്നെയാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നെയാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.